നമസ്തേ നമസ്തേ. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്ത വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. ഞങ്ങൾ കുറച്ച് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അടക്കാമരമാണ് കേട്ടോ വയ്ക്കാൻ പോണത്, കവുങ്ങ്. അത് വാങ്ങാൻ പോകുകയാണ്. പീച്ചി ഡാമിൻ്റെ അടുത്തുള്ള പട്ടിക്കാട് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങാൻ പോകുന്നത്. നല്ല ഒരു നഴ്സറി അവിടെയുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങളിത് വാങ്ങണത് കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ പോകുന്ന വഴി. നോക്കൂ, മുളങ്കാടുകൾ, റബ്ബർ എസ്റ്റേറ്റുകൾ, അങ്ങനെ അതിമനോഹരമായ ഈ സ്ഥലത്ത് കൂടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് പോയി നോക്കാം. ഈ മുളങ്കാട്ടിലാണ് അത് മറ്റേ ഡാമിൻ്റെ അവിടെ അല്ലേ പറഞ്ഞവര്? ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇതിൽ 6000 രൂപ. 100 പേർക്ക് നമുക്ക് പരിപാടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക. പരിപാടിയൊക്കെ ഒരു ദിവസം എന്തോരം മുളയല്ലേ. അയ്യോ, എന്ത് രസം കാണാൻ. വീടാവൂല്ലേ അവിടെ ഓഫീസൊക്കെ ഉണ്ട് തോന്നുന്നു. നിറച്ച് മുള പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നു. അമ്മേ, എന്ത് രസാ കാണാൻ. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം. 6000 രൂപ കൊടുത്താല് 50 അടുക്ക്. അമ്പോ, ഇത് കാണാനാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് വന്നില്ലേ ചേട്ടാ, ജയപ്രകാശ് മാഷൊക്കെ. നല്ല വൃത്തിയായിട്ട് നിൽക്കുക അല്ലേ ഈ മുളകള്. ഇതിന്റെ ഇല വീഴുമ്പോഴേ ഇവിടെ വച്ചിട്ടുള്ളൂ കുട്ടികളാ, കുഞ്ഞുങ്ങളാ. അതെ, ഇവിടെ വേറെ വച്ചേക്കണം. ഇവിടെ ചെറുത് ചെറുത്. അമ്പോ, ഇതാണ് എന്താ പറയാ സ്ഥലത്തെ പേര്? പുലിക്കണ്ണി. ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ നേരെ പോയ ഓമന. ഇവിടെ ഉണ്ടല്ലോ മോള. ആദ്യമൊക്കെ ആ മാലിന്യങ്ങളുണ്ടായിരുന്നല്ലോ, ഇപ്പം എല്ലായിടത്തും നമ്മുടെ എല്ലാ സ്ഥലങ്ങളുണ്ട്. കേരളത്തിലിപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളും. മെയിൻ്റനൻസ് എങ്ങനെ ഉണ്ടാവും? അല്ല എന്താ, അല്ല അത് അവരറിയണ്ട, അവരുടെ ബുദ്ധിമുട്ടുകൾ. എല്ലാവരും നല്ല കാര്യം മാത്രമേ പറയുള്ളൂ. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് അത് ഉപയോഗിച്ചിട്ടും പ്രശ്നമേ അറിയാം. മലയുടെ സൈഡ് അത് കൂടെ വട്ടകൊട്ടായി എന്ന് പറഞ്ഞ വഴി ഗോപ വട്ടകൊട്ടായി എന്ന് പറഞ്ഞ വഴി ഇവിടെ കയറുന്നുണ്ട്. മലങ്കര ക്രിസ്ത്യൻ ചർച്ച് റോഡ് എല്ലാം പോയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല അങ്ങനെ സ്ട്രൈറ്റ് അത് മോഹൻലാൽ. നല്ല വെയിലോട്ടൊക്കെയാണെങ്കിൽ ഒരു നമ്മളൊരു 3 വർഷം കൊണ്ടുപോയിട്ടേ വാഴ വെക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു വർഷം വാഴ കുഴപ്പമില്ല. സെക്കൻഡ് പോലെ വാഴ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ റിസൾട്ട് കിട്ടില്ല. ഇതാ കണ്ട, ഇപ്പോൾ ഈ കണ്ണാറ ബ്രിഡ്ജില്ലേ, അത് തൊട്ട് ഇന്റർമംഗലയാ പെട്ടെന്ന് തന്നെ 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷം മുതൽ തന്നെ എടുക്കില്ല. ഈ ആയിട്ട് തന്നെ എടുക്കുക. എണ്ണം കുറവുള്ളൂ. ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് അല്ലേ, ആവണല്ലോ ഉള്ളു. ഓ, താഴത്തത് പൊട്ടിക്കല്ലേ? ഇതൊരു 10 വർഷത്തേക്ക് താഴെ പൊട്ടി. അതെ.
10 വർഷത്തേക്ക് നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യം. ചെറ്റി എന്താ ചെയ്യണല്ലേ ചെടികൾ ഞാൻ ചെറ്റി പിടിച്ചോ നമ്മളവിടെ ഉണ്ടല്ലോ ഇതെന്താ ചെടിയാ? ആ ആ ഗ്രാമ്പൂ. ഗോപ ഇത് ഗ്രാമ്പൂ ആണ്. പിന്നുണ്ടാവും. ആ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അത് മൂക്കണേക്കാൾ മുമ്പ് പൊട്ടിക്കണം. അതാണ് പ്രശ്നം. ആ ഓക്കെ, ഇത് മംഗളന്നെയാ. കുഞ്ഞ് തയ്യല്ലേ? ആ ഉണ്ടാവണേ കുഞ്ഞ് ഗ്രാമ്പു ആണോ? നോക്കോ ആ ഗ്രാമ്പു നമുക്ക് കിട്ടണ കുഴിച്ചിട്ടത്. ആ ശരി. ഇത് 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 വാസനയുള്ള സാധനല്ലേ? ഈ എന്താ പറയാ കറുവാപ്പട്ട, അതിൻ്റെ ചെടിയാ. ഫസ്റ്റ് കൊണ്ടുപോകുന്നത് മറ്റേ മണ്ണുള്ള നോക്കിയാലേ എടുക്കുള്ളൂ. നല്ല മണ്ണുള്ള നോക്കി കൊണ്ടുപോകും. നമുക്ക് എങ്ങനത്തെ വേണ്ടത്? പൂമ്പും കുഴപ്പമില്ല, ഈ വണ്ണം മാത്രം നോക്കിയാൽ മതി. കടവണ്ണ ഉണ്ടാവണം. അതെ, കടവണ്ണം ഉണ്ടാവണം. ഇത്രയും ഉണ്ടാവണ്ടേ? ആ ഇതൊക്കെ ഇത് പിന്നെ ഈ ചെറിയ കവറിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഗ്രോത്തിന്. ആ കടവണ്ണം ആ മണ്ണിട്ട് മാറ്റി കഴിയുമ്പോൾ നിലത്ത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് വ്യത്യാസം വരും. ജസ്റ്റ് വേണമെങ്കിൽ അവിടെ കൂടി ഒന്ന് നോക്കിയിട്ട് പോരാ. അതെവിടെയാ? ഇതിലേ പോകാൻ പറ്റുമോ? ആളുടെ വീട് അവിടെയാ. എന്തോരടുത്ത് കൈ പിടിക്കണോ ഗോപ? ഗോപ എന്തോരടുത്ത് കൈ പിടിക്കണോ ഇന്ന്? വ്യത്യാസം ആ നമുക്കൊക്കെ കാണുമ്പോൾ ഒരുപോലെ തന്നെ തോന്നി. അതുള്ളല്ലോ വലുതാ ഏറ്റവും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? UKG. നമ്മുടെ അവിടെ ഉണ്ട് പോനെ ലക്കി ബാമ്പു. ബാമ്പു 100 കണക്കിന് വെറൈറ്റി അല്ലേ? ഗോൾഡൻ ബാമ്പു എന്ന് പറഞ്ഞൊരു ബാമ്പുണ്ട്. ഗോൾഡൻ ബാമ്പു അതല്ല, അതൊരു 1500 രൂപയ്ക്ക് വില വരും. അതല്ല നമ്മളേ ഇതെന്താണ് ഇത്? കൂവള? അത് ഈ തോട്ടുമുളക് കുറച്ച് ബെസ്റ്റ്. അത് ഇവിടെ പോകുമ്പോ അതിനകത്ത് കിട്ടും. ഇതെന്താ കൂവള? കൂവള അല്ല, ഇത് പീനട്ട് ബട്ടർ എന്ന് പറയും. പീനട്ട് ബട്ടർ. അത് ശരി. ഇത് പെട്ടെന്ന് കായ ഉണ്ടാവണായിട്ട്. അത് ശരി. പീനട്ട് കേട്ടത് ചെടി കണ്ടിട്ടില്ല. ഇതൊക്കെ ചെറ്റിയുടെ വകഭേദങ്ങൾ. പണിക്കാർ എന്താ പേര്? ബിജു. ബിജു. അടയ്ക്ക ആ പ്ലാവിൻ്റെ അടയ്ക്ക. അതിൽ പോസ്റ്റ് വേണം അല്ലേ? പോസ്റ്റ് നോക്കുന്നത് എന്നിട്ട് സ്ഥലമാണ് കുഴപ്പം ചേട്ടാ. വെയിൽ വേണം. വെയിൽ അത് വേണു പറഞ്ഞതാവും അല്ലേ? ആ യൂട്യൂബിൽ എന്തൊക്കെയാ ഇതെന്ന് അറിയും.
നോക്ക് പക്ഷേ നമ്മളവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ? ഇയാളുടെ വീട് ഇവിടെയാ? താഴെയുള്ള ആ ചെടികൾ കണ്ട അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ? ജാതി മനസ്സിലായി. പല കളറുള്ള ചെടികളാണ്. ചകിരിച്ചോറാണിത്. ഈ ചകിരിച്ചോറിലാണ് നിറക്കണത്. ഒരു ചകിരിച്ചോറും ചാണപ്പൊടിയും വേപ്പിനുണ്ടാക്കും കൂടിയിട്ട് നിറയ്ക്കും. അതിലാണ് ചെടി വയ്ക്കുക, വിത്ത് വയ്ക്കുക. നമുക്ക് എത്ര രൂപയുടെ സാധനങ്ങളാവുമെന്നറിയോ? കടപ്ലാവ് നെയ്യോ ചെയ്യണണ്ട. വെള്ളത്തിൽ ഇഷ്ടം പോലെ കടപ്ലാവാ. അവരെങ്ങനെ പോയേ? ആ ഇതെന്തൊരു സാധനം ചേട്ടാ? ഒരു തരം ഇല്ലിയാണ് കേട്ടത്. ഒരു തരം ഇല്ലി കണ്ട. എൻ്റെ പൊന്നെ, കടപ്ലാവും തൈ കണ്ട. ചെമ്പരത്തി തയ്യാ. എൻ്റെ പൊന്നെ, അത് തോന്നുന്നു വലിപ്പമുണ്ട് അല്ലേ? അത് വലിപ്പമുണ്ട്. ഒക്കെ ഇതാ ഇത് ഫുള്ള് ജാതി. അത് ബഡ് ചെയ്യാളോ, അതൊക്കെ ബഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രത്യേകം. എല്ലാം ഇതൊക്കെ സാധനം. അത് ഓർണമെന്റ് പ്ലാന്റ്. ഇത് അവക്കോടാന്ന് പറയില്ലേ? അവക്കാഡോ ഉണ്ടാവുക. ഇത് ഗ്രാഫ്റ്റ് ചെയ്യണം. നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണോ ചെയ്തതാ? ഇല്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാവോ? ഒരു മരം വീട്ടിലുണ്ട്. അത് ആവണില്ല. അതിപ്പോ എന്താ വെച്ചാല് നമ്മുടെ ഇവിടെ ലോക്കലിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ ആവാൻ സാധ്യത. ആരെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്ത് തരാമോ? ഇതെന്ത് പഴ? ഇതാ ഇപ്പൊ നമ്മള് പറഞ്ഞ സാധനം. അവക്കാഡോ? പീനട്ട് ബട്ടർ. അത് ശരി, നമ്മളവിടെ കണ്ടത് അല്ലേ? ഇത് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുമോ? ഇത് മൂക്കതോ പച്ചയാണോ കഴിക്കാം? പഴുത്തല്ലേ? അത് തിന്നാൻ നമുക്ക് അതിന്റെ പരിപ്പ് അല്ലേ? പരിപ്പാണോ? പീനട്ട് മരുന്നടിച്ചിട്ടുണ്ടോ? ഒന്ന് ഇല്ല ഇല്ല. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. തൊണ്ട് കളഞ്ഞിട്ട് തിന്നല്ലേ? അങ്ങനെ തന്നെ കഴിക്കാം. ആണോ? ഉള്ളിൽ കായ കൂടി സ്വാദുണ്ട്. ഇത് എന്താ അതിന്റെ പർപ്പസ്? പ്രോട്ടീൻ കൂടുതലാണെങ്കിൽ പറയുന്നുണ്ട്. അല്ലാതെ നമ്മൾ നല്ല ഒരു സ്ഥലത്ത് പോയപ്പോഴേ പീനട്ട് ബട്ടർ എന്നിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാധനം. ഇത് നമ്മുടെ കപ്പലിൽ പറഞ്ഞ പോലെ വറുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നമ്മുടെ കപ്പലിൽ പറഞ്ഞ പോലെ പഴുത്തത് അല്ലേ? പഴുത്തത്
അത് മാത്രം അതും സെയിം തന്നെയല്ലേ, ഇത് വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ വേറെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചാണകം കപ്പലിൻ്റെ പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒറ്റ ചാണകം കപ്പലിൻ്റെ പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുള്ള സംവിധാനം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് കവുങ്ങ് തൈ മുകളിൽ കയറി പോകുന്നു. അവിടുന്ന് എടുക്കാം, എന്നാൽ അവിടുന്ന് എടുത്താൽ പോരാ, അവിടെ ഇരുന്ന് ഇരുന്നോട്ടെ. എല്ലാം ഒരേ അതുകൂടെ വെക്കാൻ ഇവിടുന്ന് പോണെന്താ രണ്ടും ഒരായിട്ട് തന്നെയാണ്. ഇതിന്റെ പേരെന്താ പറയാ? ഏതാ ഇതിന്റെ പേര് അടക്കാൻ മരത്തിന്റെ? ഇത് മോഹിൻ നഗർ. മോഹിൻ അല്ല, ഇൻഡസ്ട്രി മംഗള. താഴെ കാണുന്നത് മോഹിൻ നഗർ. ഇത് നമ്മളവിടെ കണ്ട ചെടിയില്ലേ, ആ കുഞ്ഞുങ്ങള്. അച്ഛൻ പറഞ്ഞു വേറെ ഒരെണ്ണം വേണമെന്ന്. ചെറ്റി, മഞ്ഞ ചെറ്റി, മഞ്ഞ ചെറ്റിയില്ലേ? അതിൻ്റെ ഫ്രൂട്ട് വായിലിട്ടൊന്ന് അലിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും ഒരു 1-2 മണിക്കൂർ എടുത്തേക്ക് അത് സ്വീറ്റായിരിക്കും. അടക്കാൻ അത് ഇതല്ലേ മറ്റേ കടപ്ലാവ്, ആ കുഞ്ഞു ചെടി. അത് അതന്നെ, ആ കുഞ്ഞ് അതന്നെ അതന്നെ. ഇത് 60 രൂപ വേണോ ബാബാ? ചെറിയ മാർജിനുള്ളൂ. അപ്പോൾ നമുക്ക് ബൾക്ക് കൂട്ടിയിട്ട് ആ അതാണ്. എന്താ അടക്കാന്നാ പറയുന്നത്? മൈസൂർ പാക്ക. മൈസൂർ പാക്ക അങ്ങനെ എന്താ പറയുക, പലരും പല പേരൊക്കെ പറഞ്ഞു. ലൊക്കേഷൻ വെച്ചത് അവിടെ ഓർണമെന്റ് ബ്രാഞ്ച് ഇതൊക്കെ വലിപ്പമുണ്ടല്ലോ ഇതൊക്കെ. അല്ല ഈ റേഞ്ചിലുള്ള സ്ഥലം കഴിഞ്ഞുകൊണ്ട് സംശയം. സ്ഥലം നിൽക്കുകയാണെങ്കിൽ ലെഫ്റ്റിട്ട് കൊണ്ടുപോകും. അത് പണ്ടത്തെ ഫാമിലി സിസ്റ്ററാണ്. കിട്ടണത്. അപ്പൊ ഈ ജോയ് ഐസ്ക്രീമിന്റെ ഒക്കെ ഇല്ലേ, അതിലൊക്കെയാണ് ഈ ലിക്വിഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് വരുന്നത്. അതിൻ്റെ ആണെങ്കിൽ നമുക്ക് അധികം കെമിക്കലൊന്നും ഇല്ലാത്ത, അത് വാഷ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. അത് ഇവിടെ കിട്ടും. എക്സോ ആയ എവിടെ കിട്ടാം? ഈ നടത്തറയുണ്ട്, ജോയ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. അത് ശരി. അവിടെയാണെങ്കിൽ ലിക്വിഡ് ഗ്ലൂക്കോസാണ് പറഞ്ഞതാണ്. ജുഗന്ധൻ അതിൻ്റെ രസം. സാധാ ഡ്രം മേടിച്ചാൽ പോരാ? മതി, മറ്റേത് കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ വാഷ് ചെയ്യാൻ കുറച്ച് പണിയുണ്ടാവും. അതുകൊണ്ട് കെമിക്കൽ ചാണം കലക്കാനല്ലേ? ചാണകം കലക്കാനായിട്ട് ചാണം കലക്കി ഇതിലൊഴിക്കുക അല്ലേ? സ്ലറി പഞ്ചഗവ്യല്ലേ? പഞ്ചഗവ്യത്തിന്റെ ഒരു സാധനം. പഞ്ചഗവ്യ ഉണ്ടാക്കിയിട്ട് എല്ലാ മാസം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അത് ശരി. മൂത്രവും ഒറ്റ വർഷം അവിടെ ബെസ്റ്റ് ഏരിയ ആ മുപ്പിളി. അവിടെ എന്തുട്ട മണ്ണ്, മണ്ണൊക്കെ നല്ലതാ, മണ്ണ് നല്ലതാ. അവിടെ എന്തുട്ട മണ്ണ്, ബെസ്റ്റ് മണ്ണല്ല ഭാഗം. അല്ല ചാണകം, മൂത്രം, ചാണകല്ലേ, ചാണകം ഒരു 4 കിലോ കപ്പലിന്റെ പിണ്ണാക്ക്, 4 കിലോ വേപ്പിലുണ്ടാക്കും, 1 കിലോ എല്ലുപൊടി, 1 കിലോ വെല്ലം, പിന്നെ ഈ മുതിര അല്ലെങ്കിൽ പയറ എന്തെങ്കിലും മുളപ്പിച്ചത് പൊടിപ്പിച്ചത് അതിലേക്ക് ചേർക്കുക. കലക്ക 4 ദിവസം ഇട്ടിട്ട്
കാലത്ത് വൈകിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ 1 ലിറ്റർ എടുത്തിട്ട് 5 ലിറ്റർ വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ ഒഴുക്കിലേക്ക് ഒരു 1/2 ലിറ്റർ ഒഴിച്ചാൽ മതി. അങ്ങനെ മണ്ണുണ്ട്. ഹലോ ഹലോ അത് വെച്ചോ അങ്ങോട്ട്. എന്നിട്ട് ഈ സ്ലറി എല്ലാ മാസം ഒഴിച്ചു കൊടുക്കണം അല്ലേ? ഇത് നമ്മൾ 200 ലിറ്ററാണോ കലക്കണ്ടേ? 200 ലിറ്ററിൻ്റെ ഒരു എത്ര വെള്ളം വേണമെന്ന് പറഞ്ഞില്ല. വെള്ളം എന്ന് പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു 3/4 ഭാഗമാവും. എല്ലാം ചേർത്ത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഈ സാധനം പിന്നെ പുളിച്ചിട്ട് പൊന്തും. നമ്മൾ ഈ അപ്പം ഒക്കെ പുളിപ്പിക്കാൻ പറ്റില്ല. അതേമാതിരി പുറത്തേക്ക് എന്നിട്ടിത് വെള്ളത്തിൽ മിക്സ് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു 15 ലിറ്ററിൻ്റെ ബക്കറ്റാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. പെയിന്റിംഗ് ബക്കറ്റോ എന്തായാലും ഒരു 5 ലിറ്ററിൻ്റെ ആയിരിക്കും. ഭയങ്കര ഒരു 2.5-3 ലിറ്റർ ആയിട്ട് ഒരു 4 ലിറ്റർ. അത് കുറച്ച് കൂടിയാലും കുറച്ചാലും പ്രശ്നമുള്ള കേസല്ല. ഇൻട്രസ്റ്റ് അല്ലേ? പറിക്കാന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ 2 അവിടെ ചക്കയായില്ലേ? ഞങ്ങൾ വച്ചത് 1 കൊല്ലം കഴിപ്പിക്കണ്ടാവൂ അല്ലേ? 1 കൊല്ലം വേണ്ട. ശരിക്കും നല്ല മരുന്ന് നോക്കുകയാണെങ്കിൽ ഒരു 8 മാസം 1 വർഷത്തിന് മുമ്പ് തന്നെ ചക്കയായി. വിയറ്റ്നാം. ആ ചക്ക വളർത്താൻ പാടില്ല. ആദ്യം ആവണത്. അത് ശരി. ആദ്യം ആവണത് കളയാ, എല്ലാം കളയണം. ഇതിന് പ്ലാവിലും ദോഷമില്ല. വെയിറ്റ് താങ്ങാൻ കൂട്ടില്ല. ഇത് ചെടിയില്ലേ? ഇത് നമ്മുടെ ഉങ്ങല്ലേ ഇത്? ചൈനാഡോള്. ഞങ്ങളേ ചാവക്കാട് അക്വറിയം കാണാൻ പോയപ്പോഴേ ഇത് നിറയെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉങ്ങാണ്, നമ്മുടെ ഉങ്ങാണ് എന്ന് പറഞ്ഞിട്ട്. ചൈനാഡോള്. അപ്പൊ അവര് പറഞ്ഞേ ഇത് പ്ലാസ്റ്റിക്കാന്നൊക്കെ. പ്ലാസ്റ്റിക് ഒന്നും ആവില്ല, ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് അല്ലേ? ഉള്ളി വെക്കണതാ. ഇത് ചെടിക്ക് ഇത് ഭംഗിക്ക് വെക്കാനുള്ളതാണോ? നിക്കോള ഫാം ഉള്ളിൽ. എവിടെ വെക്കാനുള്ള? പുറത്താണോ അകത്താണോ? ഇൻഡോർ ആണോ? സൺലൈറ്റ് അധികം പാടില്ല. സൺലൈറ്റ് അധികം വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകില്ല. ഭംഗിക്ക് പ്ലാന്റിന്റെ വിപണി എന്തോരം കിടക്കുന്നുണ്ട്. ചെറിയ വിപണിയൊന്നുമല്ല ഇവിടെ. നമ്മുടെ ഇവിടെ ഒന്നുമില്ല. ആന്ധ്ര മറ്റേ രാജമുദ്ര എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസ്ട്രിക്ട് ഫുള്ള് നഴ്സറിയാണ്. എത്ര വന്നു? कितना कितना चाहिए? നടത്തു വയ്ക്കാൻ ഇവര് ഹിന്ദിക്കാര്. നമ്മളെടുത്ത ചെടികൾ കയറ്റി വയ്ക്കില്ല. അതെങ്ങനെ കിട്ടപ്പോൾ അത് ഇപ്പോഴേക്ക് ഇവിടേക്ക് ചെയ്യുന്ന പുള്ളിയൊരു എല്ലാം ചെയ്തു തുടങ്ങി. കർണാടകയിലൊന്നും ആ സാധനം വിൽക്കാൻ പാടില്ല. ഈ സാധനം സ്റ്റിക്കർ വെച്ചിട്ട് വേറെ പ്രൈവറ്റ് പാർട്ടിക്ക് വിൽക്കാൻ പാടില്ല. നിങ്ങളുടെ ഏതൊക്കെ പ്ലാവുള്ളത്? നമ്മളതിൽ ബീർനാറിന് J33, പിന്നെ ഈ ചെമ്പശ്ശേരി.
എത്ര കൊല്ലം കൊണ്ട് വിയറ്റ്നാമിലേക്ക് 8-9 മാസം മതി ചക്ക. പക്ഷെ ആ ചക്ക വളർത്താൻ കൊള്ളില്ല. അപ്പോൾ കൊള്ളില്ല നല്ല വളർത്തി കഴിഞ്ഞാൽ പ്ലാവ് ഡൗൺ ആയി പോകും. കളയണം. ചെയ്ത് കളയും. ആദ്യമാണിത് കളയണം. ആദ്യത്തെ ഒരു വർഷത്തെ 2 വർഷത്തെ കളയണം. രണ്ടും മഞ്ഞ? ഇല്ല, ഒന്നൊരു മിറാക്കിൾ ഫ്രൂട്ട്. അതെ, ആ നേരത്തെ അവിടെ നിർത്തതല്ലേ മിറാക്കിൾ ഫ്രൂട്ട്. ഓക്കെ, എന്നിട്ടത് കൂടുതലായിരിക്കും. സീറ്റായിരിക്കും. നമ്മുടെ സാധാരണ തന്നെ വിട്ടിട്ട് സീറ്റ് കുറച്ച് കൂടുതലായി. അപ്പോൾ അതിനകത്തേക്ക് ആക്കുമ്പോൾ കുറച്ച് കൂടും. ഏത് പെസ്റ്റിസൈഡ് അടിക്കേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇതിനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഒടിക്കില്ല കേട്ടോ, സ്ട്രേറ്റ് എടുത്തോട്ടോ. വെള്ളം കുടിച്ചു. ഈ വഴി നല്ല വഴിയാണല്ലോ. നേരെ പണം മണ്ണുത്തിക്ക് നമ്മള് മണ്ണുത്തി തന്നെയാണ്.